നമസ്കാരം അഗാരിക്കസ് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. എക്സ് ലിങ്ക്ഡ് എഗാമഗ്ലോബുലിനീമിയ, ഇതിനെ ഷോർട്ടാക്കി പറയുന്ന പേരാണ് XLA. It is a humoral immunodeficiencies, first recognized immunodeficiency. This syndrome described by Bruton, so it is also known as Bruton egammaglobulinemia. ഇത് ഒരു ഹ്യൂമറൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയിൽ തന്നെ ആദ്യമായി കണ്ടെത്തിയ ഡിസീസും ഇത് തന്നെയാണ്. ഇത് ആദ്യം കണ്ടുപിടിച്ചത് ബ്രൂട്ടൻ ആണ്. അതുകൊണ്ട് ഈ അസുഖത്തെ ബ്രൂട്ടൻ എഗാമഗ്ലോബുലിനീമിയ എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഇൻഹെറിറ്റഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി ഡിസീസ്. ഇത് പാരമ്പര്യമായി വരുന്ന ഒരു ഇമ്മ്യൂണോഡെഫിഷ്യൻസി ഡിസീസ് ആണ്. കോസ്ഡ് ബൈ മ്യൂട്ടേഷൻ ഇൻ ബ്രൂട്ടൻ തൈറോസിൻ കൈനേസ് വിച്ച് പ്രിവെന്റ് ബി സെൽ നോർമൽ ഡെവലപ്മെന്റ്. ഈ അസുഖം ഉണ്ടാവാൻ കാരണം മ്യൂട്ടേഷൻ ആണ്. മ്യൂട്ടേഷൻ ബ്രൂട്ടൻ തൈറോസിൻ കൈനേസ് എന്ന എൻസൈമിൽ ഉണ്ടാകുമ്പോൾ ബി സെല്ലിന്റെ നോർമൽ ഡെവലപ്മെന്റിനെ പ്രിവെന്റ് ചെയ്യും. അങ്ങനെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ വാരിയബിൾ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഇതിനെ CVID എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതും ഒരു ഹ്യൂമറൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസിന് എക്സാമ്പിൾ ആണ്. ഇതിൽ മെയിനായിട്ട് ആൻറ്റിബോഡി ഡെഫിഷ്യൻസിയാണ് ഉണ്ടാകുന്നത്. ടോട്ടൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ലെവൽ വിൽ ഡിക്രീസ്. ഇങ്ങനെ വരുമ്പോൾ ബോഡിയിലെ തന്നെ ടോട്ടൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ലെവല് കുറയും. ബി സെൽ ലോസ് ദെയർ ഡിഫറൻഷിയേഷൻ കപ്പാസിറ്റി. അങ്ങനെ വരുമ്പോൾ ബി സെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ്ഡ് സപ്രസർ T സെൽ ആൻഡ് ഡിമിനിഷ്ഡ് ഹെൽപ്പർ T സെൽ ആക്ടിവിറ്റി. ഈ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ സപ്രസർ T സെല്ലിൻ്റെ എമൗണ്ട് ബോഡിയിൽ കൂടുകയും ഹെൽപ്പർ T സെല്ലിൻ്റെ എമൗണ്ട് കുറയുകയും ചെയ്യും. ഡ്യൂ ടു ആൻറ്റിബോഡി ഡെഫിഷ്യൻസി, ഇമ്മ്യൂൺ സിസ്റ്റം അൺഎബിൾ ടു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ബാക്ടീരിയ ആൻഡ് വൈറസസ് റിസൾട്ട് സിവിയർ ഇൻഫെക്ഷൻ. ഈ ആൻറ്റിബോഡിയുടെ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയ, വൈറസസ്, പാത്തജൻസ് ഇവയെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇവർ മൂലം സിവിയർ ആയിട്ടുള്ള പല ഇൻഫെക്ഷനും എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. വിച്ച് പ്രൈമർലി എഫക്റ്റ് ഇയേഴ്സ്, സൈനസസ് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട്. ഇത് ഇങ്ങനൊരു അവസ്ഥയുണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഇത് ബാധിക്കുന്നത് ഇയേഴ്സ്, സൈനസസ്, റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് ഇത് ബാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്റ്റീവ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡെഫിഷ്യൻസീസ് ആണ്. ഇതൊരു ഹ്യൂമറൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിക്ക് എക്സാമ്പിൾ ആണ്. ഹിയർ സെലക്റ്റീവ് ഡെഫിഷ്യൻസി ഓഫ് വൺ ഓർ മോർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ക്ലാസസ് അതർ ദാൻ റിമൈനിങ് നോർമൽ. ഇവിടെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ലെവല് കുറവായിരിക്കും. ബാക്കിയുള്ള എല്ലാ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ലെവല് നോർമൽ പേഴ്സണിൽ കാണുന്നത് പോലെ തന്നെ കാണും. ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൽഫ ഡെഫിഷ്യൻസി ഈസ് ദ മോസ്റ്റ് കോമൺ കണ്ടീഷൻ ഇൻ ദിസ് ഗ്രൂപ്പ്. ഈ ഒരു അവസ്ഥ വരുമ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൽഫയുടെ ഡെഫിഷ്യൻസിയാണ്. ദീസ് പേഷ്യൻറ്റ് എക്സിബിറ്റ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഇത്തരം പേഷ്യൻസിനെ റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ് വിത്ത് ഹൈപ്പർ ഇമ്മ്യൂണോഗ്ലോബുലിൻ M. ഇതൊരു ഹ്യൂമറൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിക്ക് എക്സാമ്പിൾ ആണ്. ഇതൊരു റെയർ ആയിട്ടുള്ള ഒരു ഡിസോർഡറും കൂടിയാണ്. ലോ IgG ആൻഡ് IgA ലെവൽ. ഈ അസുഖം വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ IgGയുടെയും IgAയുടെയും ലെവല് വല്ലാതെ കുറയും. അബ്നോർമലി ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് IgM സീൻ ഇൻ ദ സിറം. മാത്രമല്ല
നമ്മുടെ സീറത്തിലെ IgMന്റെ അളവ് അബ്നോർമൽ ആയിട്ട് കൂടുവാനും സാധ്യതയുണ്ട്. തൈമിക് ഹൈപ്പോപ്ലേഷ്യ. ഇതിനെ ഡി ജോർജസ് സിൻഡ്രോം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് സെല്ലുലാർ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയുടെ ഒരു എക്സാമ്പിൾ ആണ്. ദിസ് ഈസ് എ ഡെവലപ്മെന്റൽ ഡിഫക്റ്റ്. ഇത് ഒരു ശിശുവിൻ്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിലാണ് ഈ ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഇൻ ദിസ് കണ്ടീഷൻ തൈമസ് ഈസ് അണ്ടർ ഡെവലപ്ഡ്. ഈ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ തൈമസ് അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. സർക്കുലേറ്റിംഗ് T cells ആർ റെഡ്യൂസ്ഡ് ഇൻ നമ്പർ. തൈമസ് ഗ്ലാൻഡ് അണ്ടർ ഡെവലപ്ഡ് ആണെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന T സെല്ലിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. കാരണം T സെല്ല് മെച്യൂർ ചെയ്യുന്നത് തൈമസിലാണ്. അത് അണ്ടർ ഡെവലപ്ഡ് ആണെങ്കിൽ T സെല്ലിന് ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല. T സെല്ല് കാണാൻ തന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കാണാൻ തന്നെ ക്ലിയർ ആയിട്ട് സാധിക്കില്ല. Patient who survived in the neonatal period show enhanced susceptibility to viral, fungal and bacterial infection. നവജാത ശിശു ഈ കണ്ടീഷനിൽ നിന്ന് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും വൈറലോ ഫംഗലോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എഫക്റ്റ് ചെയ്താൽ അത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഏതു നേരം ഈ പേഷ്യൻറ്റിനെ ഒരുപാട് അസുഖങ്ങൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറ്റാക്സിയ ടെലഞ്ചെറ്റേഷ്യ ആണ്. ഇത് കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഇതും റെയർ ആയിട്ടുള്ള പാരമ്പര്യ രോഗമാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പകർന്നു വരുന്ന ഒരു രോഗമാണിത്. വിച്ച് എഫക്ട് നെർവസ് സിസ്റ്റം ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഈ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹത്തെയും രോഗപ്രതിരോധ ശേഷിയെയും ഇത് കാര്യമായി തന്നെ ബാധിക്കും. ദിസ് ഡിസോർഡർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോഗ്രസീവ് ഡിഫിക്കൽറ്റി വിത്ത് കോർഡിനേറ്റിംഗ് മൂവ്മെന്റ് ബിഗിനിങ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ്. ഈ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റിനെ കറക്റ്റ് ആയിരിക്കില്ല. അതായത് നടക്കാനും ശാരീരിക അവയവങ്ങളൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രോഗം ബാധിക്കുന്നത് നെർവ് സിസ്റ്റത്തിനെ ആയതുകൊണ്ടാണ്. സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ്. ഇതിനെ SSCID എന്നും കൂടി പറയുന്നു. ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ്. ഇത് കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസിന് ഒരു എക്സാമ്പിൾ ആണ്. ഇതൊരു റെയർ ഡിസോർഡർ ആണ്. ഇത് മ്യൂട്ടേഷൻ, ജീനിൽ ഉണ്ടാക്കുന്ന മ്യൂട്ടേഷൻ വഴിയാണ് ഇത്തരം അവസ്ഥയുണ്ടാകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലിമെന്റ് കമ്പോണന്റ് ഡെഫിഷ്യൻസി ആണ്. ഇതും ഒരു ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. ദിസ് കണ്ടീഷൻ ഈസ് കോസ്ഡ് ബൈ മ്യൂട്ടേഷൻ ഇൻ ദ C2 ജീൻ. ഇത് മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. C2 ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ ആണ് ഇത്തരം അസുഖത്തിന് കാരണം. ഡ്യൂറിംഗ് ദിസ് കണ്ടീഷൻ ഇമ്മ്യൂൺ സിസ്റ്റം നോട്ട് ഏബിൾ ടു പ്രൊട്ടക്ട് ബോഡി ഫ്രം ഫോറിൻ പാത്തജൻസ്. ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടായിക്കഴിയുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പുറമേ നിന്ന് വരുന്ന പാത്തജൻസിൽ നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പേഷ്യൻ്റ് എപ്പോഴും ഒരുപാട് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ഒരുപാട് സാധ്യത ഈ പേഷ്യൻറ്റിൽ കാണും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലിമെന്റ് ഇൻഹിബിറ്റർ ഡെഫിഷ്യൻസീസ് ആണ്. ഇതൊരു ഹെറിഡിറ്ററി ഡിസോർഡർ ആണ്. ഇത് C1 ഇൻഹിബിറ്ററിൽ വരുന്ന ഡെഫിഷ്യൻസി മൂലമാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഷ്വാക്മാൻ സിൻഡ്രോം. ഇത് റെയർ ആയിട്ട് കാണുന്ന ഒരു പാരമ്പര്യമായിട്ട് വരുന്ന ഒരു ഡിസോർഡർ ആണ്. ഇൻസഫിഷ്യന്റ് അബ്സോർപ്ഷൻ ഓഫ് നെസസറി ന്യൂട്രിയൻ ഡ്യൂ ടു അബ്നോർമൽ ഡെവലപ്മെന്റ് ഓഫ് പാൻക്രിയാസ്. ഇവിടെ പാൻക്രിയാസിന്റെ അബ്നോർമൽ ഡെവലപ്മെന്റ് മൂലം അബ്സോർപ്ഷൻ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കാതെയാണ് വരുന്നത്. ലേസി ലൂക്കോസൈറ്റ് സിൻഡ്രോം. It is a severe neutropenia with abnormal neutrophil motility. ഇവിടെ
വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ എമൗണ്ട് കുറയുകയും ന്യൂട്രോഫിലിൻ്റെ മോട്ടിലിറ്റി എന്നുള്ളത് അബ്നോർമൽ അവസ്ഥയിലോട്ട് മാറുകയും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. റീപ്ലേസ്മെന്റ് ഓഫ് മിസ്സിംഗ് പ്രോട്ടീൻ, റീപ്ലേസ്മെന്റ് ഓഫ് മിസ്സിംഗ് സെൽ ടൈപ്പ് ഓർ ലീനേജ് ഡൺ ബൈ സ്റ്റെം സെൽ തെറാപ്പി. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ്റെ മിസ്സിംഗ് മൂലമാണ് ഈ ഡിസോർഡർ ഉണ്ടാകുന്നതെങ്കിൽ ആ പ്രോട്ടീനെ റീപ്ലേസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. റീപ്ലേസ്മെന്റ് ഓഫ് മിസ്സിംഗ് സെൽ ടൈപ്പ് ഓർ ലീനേജ് ഡൺ ബൈ സ്റ്റെം സെൽ തെറാപ്പി. ഇനി മിസ്സിംഗ് ഉണ്ടാകുന്നത് സെൽ ടൈപ്പിനോ അതിൻ്റെ അല്ലെങ്കിൽ ഈ സെൽ ടൈപ്പിൻ്റെ ലീനേജിനാണോ, അതായത് ഇതിൻ്റെ ലീനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വംശപരമ്പരയ്ക്കാണോ ഏതിനെങ്കിലും ആണോ ഈ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അതിനെ സ്റ്റെം സെൽ തെറാപ്പി വഴി റീപ്ലേസ് ചെയ്തിട്ട് വെക്കുവാൻ സാധിക്കും. റീപ്ലേസ്മെന്റ് ഓഫ് മിസ്സിംഗ് ഓർ ഡിഫക്റ്റീവ് ജീൻ. ഈ അസുഖങ്ങൾ വരുമ്പോൾ ജീൻ മിസ്സാവുകയോ അല്ലെങ്കിൽ ആ ജീനിന് എന്തെങ്കിലും ഡിഫക്റ്റാണ് സംഭവിക്കുന്നതെങ്കിൽ ആ ജീനെ നമുക്ക് മാറ്റി വേറൊരു ജീൻ വെക്കാൻ സാധിക്കും. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മിസ്സിംഗ് പ്രോട്ടീൻ ഈസ് എ ക്ലാസിക് ട്രീറ്റ്മെന്റ് ഫോർ പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. മിസ്സിംഗ് ആയിട്ടുള്ള പ്രോട്ടീനിനെ നമ്മൾ മാറ്റി വേറെ വെക്കുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ചേഞ്ച് ആക്കി നമ്മൾ ആ ഡിസോർഡറിന് പകരമായിട്ട് വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ക്ലാസിക് ട്രീറ്റ്മെന്റ് വഴിയായിട്ടാണ് ചെയ്യുന്നത്. Monoclonal antibodies, recombinant protein are also used in these cases. ഇത്തരം അവസ്ഥകളിൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസും പിന്നെ റീകോംബിനൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസും ആണ് ഇത്തരം അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രോട്ടീൻ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് റീകോംബിനൻ്റ് പ്രോട്ടീൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുക. Live microbial vaccine should not be given to children with any type of primary immunodeficiency. പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഏതെങ്കിലും കുട്ടികളിൽ കാണുകയാണെങ്കിൽ ലൈവ് ആയിട്ടുള്ള മൈക്രോബ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള വാക്സിൻസ് ഒരിക്കലും കൊടുക്കുകയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.